ഹലോ ഗേസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ഇൻസൈനി സ്പോർട്സ് അവരുടെ BGMI ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആദ്യം ഹർഷും ഡാർക്ക് ലോഡ് വീണ്ടും ഇൻസൈനി സ്പോർട്സിലേക്ക് തിരിച്ചെത്തി. ഒപ്പം യഷും കൂടിയും ജോയിൻ ചെയ്തുകൊണ്ട് 5 മാൻ റോസ്റ്റേഴ്സിനെയാണ് ഇൻസൈനി സ്പോർട്സ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മൊബൈൽ ഗെയിമിംഗ് അവാർഡ് മോബീസ് അവാർഡിൽ ബെസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ദ ഇയർ അവാർഡ് SA2 വിൻ ചെയ്തിരിക്കുകയാണ്. തഗ്ഗാണ് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒപ്പം ബെസ്റ്റ് സ്ട്രീമർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിട്ടുള്ള നമ്മളെ പായൽ ഗെയിമിങ്ങിനാണ്. ഈ രണ്ട് അവാർഡും SA2 കൊണ്ടുപോയിട്ടുള്ളത്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ബിഗ് തേർഡ് പാർട്ടി ഇവന്റുകൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2024 റൗണ്ട് 4 മത്സരങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഇതിന്റെ സ്ലോട്ട് ഇഷ്യൂ നമുക്ക് നോക്കാം. എക്സ് സ്പോർട്സ് നമ്മളെ BMPSന്റെ ഫൈനൽസും അതേപോലെ ഇപ്പൊ ട്രോയ് തമിഴിന് വേണ്ടി കളിക്കുന്ന ടീം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് തേർഡ് പാർട്ടി ഇവന്റുകളിലൊക്കെ കാഴ്ചവെക്കുന്നത്. ആ ഒരു ടീമിന് ഈ ഒരു റൗണ്ട് 4ലേക്ക് പോലും ഇൻവൈറ്റ് കിട്ടിയിട്ടില്ല. ആ ഒരു ടീമിലെ മെമ്പേഴ്സ് അത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇൻവൈറ്റ് കിട്ടാത്ത നല്ല പെർഫോം ചെയ്യുന്ന ടീമുകളും കറന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം 32 ടീമുകൾക്ക് ഇൻവൈറ്റ് കൊടുത്തിട്ടും അതിൽ പോലും ഇൻവൈറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചില ടീമുകൾക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിസേർവിംഗ് ആയുള്ള ടീമിനാണ് ആ ഒരു ഇൻവൈറ്റ് സ്ലോട്ട് മിസ്സായിട്ടുള്ളത്. ആൻഡ് റൗണ്ട് 4 മത്സരങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെയായിരുന്നു ഡേ 1 ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും മത്സരങ്ങളായിരുന്നു ലൈവ് സ്ട്രീം ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് സിയുടെയും ഗ്രൂപ്പ് ഡിയുടെയും മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ടായിരുന്നു മത്സരങ്ങൾ ഉണ്ടായത്. നമുക്ക് ആദ്യം ഗ്രൂപ്പ് എയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിലെ ടീം ജെല്ലി ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് 63 പോയിന്റ് ആയിട്ട്. തൊട്ട് പിന്നാലെ തന്നെ ഗോൾ ലേക്കിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗോൾ ലേക്കും ഇതിലൊരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ച് 53 പോയിന്റ് ആയിട്ട് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. 49 പോയിന്റ് ആയിട്ട് 8-ബിറ്റ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. നമ്മളെ മല്ലൂർഗയുള്ള EMP ഏറ്റവും ലാസ്റ്റ് 16ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 14 പോയിന്റുമായിട്ട്. അങ്ങനെ ഗ്രൂപ്പ് എയുടെ 6 മത്സരങ്ങൾ അവസാനിച്ചു. പിന്നീട് നമുക്ക് ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങളാണ് കാണാനായിട്ട് സാധിച്ചത്. ഗ്രൂപ്പ് ബിയിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോർട്സ്, മിത്ത് ഒഫീഷ്യൽസ്, RNB തുടങ്ങിയുള്ള ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ മെഡൽ സ്പോർട്സിന്റെ വകയാണ് നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ അവിടെ കാണാനായിട്ട് സാധിച്ചത്. ബ്ലൈൻഡ് സ്പോർട്സ് അവിടെ 4 പോയിന്റ് സ്വന്തമാക്കിയാൽ മാച്ച് 2 മിറാമറിൽ കേണയന്റെ ഡോമിനേഷൻ ആണ് കാണാനായിട്ട് സാധിച്ചത്. അവരൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് സ്പോർട്സിനോട് നല്ലൊരു സോൺ അഡ്വാൻറ്റേജ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ലാസ്റ്റ് 2-3 ടീമുള്ള ആ ഒരു ഫൈറ്റിൽ ടീം തീർന്നു പോവുകയാണ് ചെയ്തത്. 4 പ്ലേസ് പോയിന്റും 1 ഫിനിഷ് പോയിന്റും 5 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് സാൻ ഹോക്കിൽ നമുക്ക് WSBയുടെ വക 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനെ കാണാനായിട്ട് സാധിച്ചു. ബ്ലൈൻഡ് സ്പോർട്സ് ഇവിടെയും 4 പോയിന്റാണ് സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 4 വീക്കെൻഡിൽ ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നറാണ് WSBയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണയും 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയാൻ ബ്ലൈൻഡ് സ്പോർട്സ് ഇവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഫിനിഷസും സർവൈവലും ടീം സ്വന്തമാക്കിയതിനു ശേഷം WSBയിലുള്ള ആ ഒരു ഫൈറ്റുമായിട്ട് ബ്ലൈൻഡ് സ്പോർട്സ് തീർന്നു പോവുകയാണ് ചെയ്ത് 6 ഫിനിഷ് പോയിന്റോട് കൂടി 11 പോയിന്റ് സ്വന്തമാക്കി. അഫു 3 പോയിന്റ് ടീമിന് വേണ്ടി സ്വന്തമാക്കിയാൻ മാച്ച് 5 മിറാമറിൽ സോളിന്റെ ചിക്കൻ ഡിന്നറാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 9 ഫിനിഷസോട് കൂടി സോളിന്റെ ഒരു കംബാക്ക് പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഫസ്റ്റ് 4 മാച്ചിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ലായിരുന്നു. ഈ ഒരു മാച്ചിൽ നമുക്ക് സോളിന്റെ കംബാക്ക് കാണാനായിട്ട് സാധിച്ചു. ഞാൻ ബ്ലൈൻഡിന്റെയും ഒരു കംബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അടിപൊളിയായിട്ട് ബ്ലൈൻഡും ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. 11 ഫിനിഷസ് ആണ് ബ്ലൈൻഡ് ഇതിലെത്തിയത്. തേർഡ് പൊസിഷനിലേക്ക് എത്തി ഈവിള് സർവൈവ് ചെയ്തുകൊണ്ട് ടീം 16 പോയിന്റ് അവിടെ സ്വന്തമാക്കി. ഈവിള് സോളോ 5 ഫിനിഷസ് സ്വന്തമാക്കിയിട്ടാണ്. ആൻഡ് ഈ ഒരു മാച്ചിൽ ബ്ലൈൻഡ് സ്പോർട്സ് 3 പ്ലേയേഴ്സുമായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ സോളിന്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു മാച്ചിലും 9 ഫിനിഷസോട് കൂടിയിട്ട് 19 പോയിന്റ് സ്വന്തമാക്കി. ബ്ലൈൻഡ് സ്പോർട്സ് ഇവിടെ ഒരു പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. സ്റ്റേജ് 2 ബ്ലൈൻഡ് റിപ്പേഴ്സുമായുള്ള ഒരു ഫൈറ്റിൽ ടീം തീർന്നു പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ബിയുടെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ 2 ചിക്കനോട് കൂടിയിട്ട് WSB ആ ഒരു ടോപ്പിൽ നിൽക്കുന്നുണ്ട് 76 പോയിന്റുമായിട്ട്. സെക്കൻഡ് നമ്മളെ സോള് നിൽക്കുന്നുണ്ട് 56 പോയിന്റുമായിട്ട്. തേർഡ് മെഡൽ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 52 പോയിന്റുമായിട്ട്. 7ാം സ്ഥാനത്താണ് നമ്മൾ ബ്ലൈൻഡ് സ്പോർട്സ് നിൽക്കുന്നത് 40 പോയിന്റുമായിട്ട്. 13ാം സ്ഥാനത്ത് നമ്മൾ മല്ലൂർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട് 19 പോയിന്റുമായിട്ട്. 14ാം സ്ഥാനത്ത് RNB നിൽക്കുന്നുണ്ട്. RNBയുടെ മാച്ചിന്റെ തുടക്കം ഗംഭീരമായിരുന്നു. സോളിനെ തീർത്തുകൊണ്ടാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടുള്ള മാച്ചുകളിൽ ആ ഒരു പെർഫോമൻസ് ടീമിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. 11 പോയിന്റുമായിട്ട് 14ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളെ മല്ലു പ്ലേയേഴ്സ് ആണ് RNBക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത്.
ആൻഡ് ഓഫ് സ്ട്രീം ആയിട്ട് നടന്ന മാച്ചുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സിയിൽ ന്യൂമൻ ഗെയിമിംഗ് 2 ചിക്കണിനോടുകൂടി 53 പോയിന്റുമായിട്ട് അവർ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് സർക്കാർ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 52 പോയിന്റായിട്ട്. ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോഡ്സ് റെയിൻ ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന 65 പോയിന്റായിട്ട്. സെക്കൻഡ് വി എസ് ടി നിൽക്കുന്നുണ്ട് 61 പോയിന്റായിട്ട്. റൗണ്ട് 4 മത്സരങ്ങൾ 4 ദിവസമാണ് ഉള്ളത്. അതിനുശേഷം ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 8 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആവും, ഏതൊക്കെ ടീമുകൾ പുറത്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് സ്കൈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കണ്ടക്ട് മെയ്ഡ് ടൂർണമെന്റ് വേവി സ്പോർട്സിന്റെ ഈ ഫുട്ബോൾ മാച്ച് ടൂർണമെന്റ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ ഇവന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ടോംബോയ് അതിന്റെ ചാമ്പ്യൻ ആവുകയും ഇന്ത്യ റെപ്രസെന്റേറ്റ് ചെയ്ത് ഏഷ്യൻ ഇ സ്പോർട്സ് ഗെയിംസ് ബാങ്കോക്കിൽ നടക്കാൻ പോകുന്ന ഇവന്റിൽ ഇന്ത്യ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും മിസ്റ്റർ ടോംബോയ് ഈ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ്. ഇനി ഇതിൽ BGMAയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിയിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ ദ ഫൈനൽസ് പറഞ്ഞ PC ഗെയിമിൽ നമുക്ക് ഒരു പുതിയൊരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇവന്റും കൂടിയും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്കൗട്ടിന്റെ ഒപ്പം നമുക്ക് നമ്മളെ ഈഗിൾ ഗെയിമിങ്ങിനും ഇവന്റിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെയും ഒരുപാട് ക്രിയേറ്റേഴ്സും ഇതിൽ മത്സരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ മലയാളിയായുള്ള ഈഗിൾ ഗെയിമിങ്ങിനും ഇതിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ആണ് RNTXലേക്ക് ഈഗിൾ ഗെയിമിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ഇവന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് റെഡ് ബുൾ എമിയുടെ ക്വാർട്ടർ ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 32 ടീമുകളാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ മത്സരിക്കുന്നത്. നമ്മൾ ബ്ലൈൻഡ് സ്പോർട്സും ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ഡേ 1 അവസാനിച്ചപ്പോൾ ഗോഡ്സ് റെയിൻ 2 ചിക്കണിനോട് കൂടിയിട്ട് 61 പോയിന്റായിട്ട് അവർ ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 48 പോയിന്റായിട്ട്. തേർഡ് ഒറാങ്കുട്ട നിൽക്കുന്നുണ്ട് 32 പോയിന്റായിട്ട്. 11ാം സ്ഥാനത്താണ് ഗോഡൽ നിൽക്കുന്നത് 18 പോയിന്റ്. ആൻഡ് ഇതിലെ ഫസ്റ്റ് മാച്ചിൽ നമുക്ക് നമ്മളെ ജോനതൻ സോളിനെതിരെ ഒരു അടിപൊളി 1v4 ക്ലച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മളെ ഡ്രമ്മൊക്കെ അടിച്ച് ഇമോട്ട് ഇട്ട് സെലിബ്രേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായുള്ള ഒരു കാര്യമാണ് ജോനതൻ സോളിനെതിരെ ഒരു 1v4 എടുത്ത ക്ലച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സ് നിൽക്കുന്നത് 28ാം സ്ഥാനത്താണ് 7 പോയിന്റാണ്. ഫസ്റ്റ് മാച്ചിൽ ടീം 7 പോയിന്റ് സ്വന്തമാക്കി. പിന്നെയുള്ള 2 മാച്ചുകളിൽ ആ ഒരു പെർഫോമൻസ് ടീമിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ 7 പോയിന്റോട് 28ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സോള് 32ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 4 പോയിന്റുമായിട്ട്. 3 ദിവസമാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസ് ഉള്ളത്. ടോപ്പ് 24 ടീംസുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ബ്ലൈൻഡ് നല്ലൊരു കംബാക്ക് ഇന്ന് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.